ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആഫ്രിക്കൻ ലിറ്റററി റൈറ്ററായ നദൈൻ ഗോഡിമറിനെ പറ്റിയാണ്. ലെറ്റ്സ് സീ ഹൂ ഈസ് ദിസ് നദൈൻ ഗോഡിമർ. ഷീ ഈസ് എ സൗത്ത് ആഫ്രിക്കൻ വുമൺ, was born in the year 1923. She died in the year 2014. She received Booker Prize in the year 1974 for her famous work Conservationist. She received Nobel Prize for Literature in the year 1991. Her writings mainly deal with love, politics, particularly moral and racial issues. ഇദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഫോക്കസ് ചെയ്തിരുന്ന റേഷ്യൽ എലമെൻറ്റ്സ്, എസ്പെഷ്യലി ദ ബ്ലാക്ക് ഇഷ്യൂസ്. ബ്ലാക്സിനോട് വൈറ്റ് കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുണ്ടായിരുന്ന രീതികൾ, അതുപോലെ തന്നെ ബ്ലാക്സിനെ കണ്ടം ചെയ്യുന്ന നേച്ചർ, ഇതിനെയെല്ലാമാണ് മെയിൻലി നദൈൻ ഗോഡിമർ തൻ്റെ റൈറ്റിങ്ങിലൂടെ വരച്ച് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഷീ വാസ് ഓൾസോ എ ഗ്രേറ്റ് ആക്ടിവിസ്റ്റ് ഇൻ ദി ആൻറ്റി അപ്പാർത്തൈഡ് മൂവ്മെൻറ്റ്. ആൻറ്റി അപ്പാർത്തൈഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി അപ്പാർത്തൈഡ് പോളിസി, ബ്ലാക്സിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ആഫ്രിക്കയിലെ വൈറ്റ്സിൻ്റെ നടപടികൾക്കെതിരെയുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ആൻറ്റി അപ്പാർത്തൈഡ് മൂവ്മെൻറ്റ്. ഈവൻ മഹാത്മാഗാന്ധിജി വാസ് ഓൾസോ പാർട്ട് ഓഫ് ആൻറ്റി അപ്പാർത്തൈഡ് മൂവ്മെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിലായിരുന്ന കാലഘട്ടത്തിൽ. സെയിം ഇഷ്യൂ തന്നെയാണ് ആൻറ്റി അപ്പാർത്തൈഡ്, അതായത് അപ്പാർത്തൈഡ് പോളിസികൾക്കെതിരെ. ആൻഡ് കമ്മിങ് ടു ഹെർ മേജർ വർക്ക്സ്, ദ ലൈൻ ഡേയ്സ് which was written in 1953. It was a semi-autobiographical work. ഒരു ബിൽഡിങ്സ് റോമൻ സ്റ്റൈലിലാണ് അത് എഴുതിയിരിക്കുന്നത്. ബിൽഡിങ്സ് റോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ചെറുപ്രായം തൊട്ട് വളർന്ന് വലുതാവുന്ന വരെയുള്ള ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ് ബിൽഡിങ്സ് റോമൻ. ദ സ്റ്റോറി വാസ് സെറ്റ് അറ്റ് ജോഹന്നസ്ബർഗ്. ദ മെയിൻ ക്യാരക്ടർ വാസ് ഹെലൻ ഷോ. ഒരു വൈറ്റ് മിഡിൽ ക്ലാസ് ആണ്. ഹെയർ അവയർനെസ് അബൌട്ട് ആഫ്രിക്കൻ ലൈഫ്, റേഷ്യൽ ഡിവിഷനെ പറ്റിയുള്ള ഒരു തീം തന്നെയായിരുന്നു ദ ലൈൻ ഡേയ്സ് എന്ന വർക്ക്, which was written in the year 1953. Her another famous story is Occasion for Love, which was written in the year 1963. The major theme of this work was love and politics. It was a story which speaks about the forbidden romantic relationship between a wealthy white woman and an African artist during apartheid. So it's very evident a kind of a segregation or a separation or a big chaos between the black and the white. Another famous work of Nadain Godimer was A Guest of Honor, which was written in the year 1970. It was a political novel, explored the role of revolutionary ideas in new African states. So it was a political novel, revolutionary ideas, African തോട്ട്സിൻ്റെ ഒരു റെവല്യൂഷണറി ഐഡിയാസിനെ എക്സ്പ്ലോർ ചെയ്ത ഒരു വർക്കായിരുന്നു എ ഗസ്റ്റ് ഓഫ് ഓണർ, റിട്ടൺ ബൈ നദൈൻ ഗോഡിമർ. ബുക്കർ പ്രൈസ് കിട്ടിയ 1974 ബുക്കർ പ്രൈസ് കിട്ടിയ അനദർ ഫേമസ് വർക്ക് ഓഫ് നദൈൻ ഗോഡിമർ വാസ് ദ കൺസർവേഷനിസ്റ്റ്, വിച്ച് വാസ് റിട്ടൺ ഇൻ ദി ഇയർ 1974. And Burger's Daughter, which was written in 1979, was a political and historical novel. ആൻറ്റി അപ്പാർത്തൈഡ് സ്ട്രഗിളിനെ വളരെ മനോഹരമായ രീതിയിൽ എവിഡൻ്റ് ആയിട്ട് കാണിച്ച ഒരു വർക്കായിരുന്നു ബർഗേഴ്സ് ഡോട്ടർ, വിച്ച് വാസ് റിട്ടൺ ഇൻ ദി ഇയർ 1979. ഉന്നത വിപ്ലവ ചിന്തകൾ തന്നെ കാരണം ഈ പർട്ടിക്കുലർ വർക്ക് പിന്നീട് ബാൻ ചെയ്യപ്പെടുകയും ചെയ്തു. അതാണ് ഈ വർക്കിനെ പറ്റി പറയാനുള്ളത്. The next famous story is July's People, which was written in the year 1981. It speaks about fictional civil war, future version of South Africa, where apartheid is ended. അപ്പോൾ ഒരു സിവിൽ വാറിനെ തന്നെ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. ഇതും ബാൻ ചെയ്യപ്പെട്ടു. വളരെ വിപ്ലവകരമായിട്ടുള്ള ചിന്തകളായിരുന്നു ഈ വർക്കിന്. അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് ബാൻ ചെയ്യപ്പെടുകയുണ്ടായത്. Another famous story is The House Gun, which was written in the year 1998. The story was about Claudia and Harald Lingard.
ഡീലിംഗ് വിത്ത് ദ സൺസ് മർഡർ ഓഫ് വൺ ഓഫ് ഹിസ് ഹൗസ് മേറ്റ്സ്. വളരെ രസകരമായൊരു ത്രില്ലർ സ്റ്റോറിയാണത്. Another one is The Pickup, which was written in the year 2001. The story about Julie Abdu. Alienation, immigration, class and economic power were the main highlighting areas of this particular story. വളരെ ഹൃദ്യമായ രീതിയിലൊരു റൊമാൻറ്റിക് ടച്ചോട് കൂടിയിട്ട് എഴുതിയൊരു കഥയാണ് ദ പിക്കപ്പ്, വിച്ച് വാസ് റിട്ടൺ ഇൻ ദി ഇയർ 2001. The next one is Get a Life, which was written in the year 2005. The story was about Paul Bannerman. A thyroid cancer was the major theme and the struggle of a single individual. ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് എഴുതിയ ഒരു സ്റ്റോറിയാണ് ഗെറ്റ് എ ലൈഫ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 2005. His short collections are A Soldier's Embrace, Crimes of Conscience, Loot and Other Stories. Notes from Century collection of essays ആണ് അദ്ദേഹത്തിൻ്റെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ആംനസ്റ്റിയാണ്. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന കഥ ആംനസ്റ്റിയാണ്, വിച്ച് വാസ് റിട്ടൺ ബൈ നദീൻ ഗോഡിമർ. ആൻഡ് വാട്ട് ഈസ് ദിസ് ആംനസ്റ്റി? ആംനസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമാപ്പ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ആംനസ്റ്റി ഡിസ്ക്രൈബ്സ് ദ മിസറബിൾ കണ്ടീഷൻസ് ഓഫ് ബ്ലാക്ക് പീപ്പിൾ ഇൻ ഹെർ കൺട്രി ഹാഡ് ടു കോപ്പ് വിത്ത് സെവറൽ ഇയേഴ്സ്. അപ്പോൾ അവിടെയുള്ള ബ്ലാക്സ് അനുഭവിച്ചുകൊണ്ടിരുന്ന അവസ്ഥകളെ കാണിക്കുന്ന ഒരു കഥയാണ് ആംനസ്റ്റി. The story is at the same time both sad and encouraging because it describes the enormous courage and will of the blacks to fight against apartheid. Apartheid എന്ന് പറഞ്ഞ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ കഥയിൽ. കാരണം അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ്സിന് ബ്ലാക്കിനോടുള്ള ഒരു അവജ്ഞ, ഒരു സെഗ്രിഗേഷൻ, അവരെ മാറ്റി നിർത്തുന്ന, അവരെ പൊതുവേദികളിൽ നിന്നും, അതായത് ഒരു ഐത്തം പോലെ ഒരു മാറ്റി നിർത്തുന്ന അവസ്ഥയാണ് അപ്പാർത്തൈഡ്. അപ്പോൾ ഇതിനോട് സ്ട്രഗിൾ ചെയ്യുന്ന, ഇതിനോട് വളരെ എനോർമസ് കറേജും വില്ലും എടുത്തുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ബ്ലാക്സിനെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഈ ഫൈറ്റ് അഗെയിൻസ്റ്റ് അപ്പാർത്തൈഡ് തന്നെയാണ് ഇതിൻ്റെ മേജർ തീം എന്ന് പറയുന്നത് തന്നെ. So it is actually an inhuman practice of racial segregation practiced in South Africa since the beginning of the last century. This story takes place in South Africa during the time of apartheid. അപ്പോൾ അപ്പാർത്തൈഡുമായി ബന്ധപ്പെട്ട സൗത്ത് ആഫ്രിക്കയിലെ ആ ഒരു സമയത്തെ കാണിക്കുന്നതാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ കഥ ആംനസ്റ്റി. ആംനസ്റ്റി എന്ന് പറഞ്ഞാൽ പൊതുമാപ്പ് എന്നാണ് കേട്ടോ, പൊതുമാപ്പ്, ജനറൽ പാഡൻ എന്നാണ് ഈ വേർഡിൻ്റെ അർത്ഥം. The story Amnesty was first published in the New Yorker എന്ന് പറഞ്ഞ മാഗസീനിലാണ് ആദ്യമായിട്ട് വന്നത് in the year 1991. ഇത് അറിഞ്ഞിരിക്കണം. Amnesty was first published in the New Yorker 1991. പിന്നെ ദ നറേറ്റർ എന്ന് പറയുന്ന ഹീസ് എ യങ് സൗത്ത് ആഫ്രിക്കൻ വുമൺ ആണ് ഇതിനകത്തെ നറേറ്റർ എന്ന് പറയുന്നത്. ഷി വാസ് ദ ഫിയാൻസി ഓഫ് ദ നെയിംലെസ് പ്രോട്ടഗണിസ്റ്റിനെ നെയിംലെസ് ഫിയാൻസിയാണ് ആക്ച്വലി. അംനസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജനറൽ പാഡൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.